നമസ്കാരം. നാളെ ജൂലൈ 19 ഞായറാഴ്ചയാണ്. നാളത്തെ ദിവസം എപ്രകാരമായിരിക്കും എന്ന് രാശിപ്രകാരം നോക്കാം. ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്രക്കാർക്കാണ്, രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് നാളത്തെ ദിവസം കൂടുതലായും അനുകൂലമായി ഭവിക്കുക എന്നുള്ളതാണ്. എന്താണ് നാളത്തെ ദിവസം പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് പ്രധാനമായും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി ബന്ധിക്കൂ. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം കൂടുതൽ ഊഷ്മളമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ ചില ഗുണാനുഭവങ്ങൾ ഇന്നേ ദിവസം പ്രതീക്ഷിക്കാവുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് പരുക്കൻ നിലപാടുകൾ, അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വാക്കുകളിൽ പാരുഷ്യം ഉണ്ടാകുന്ന സമയമാണ്. ഈ സമയം പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. ഒപ്പമുള്ളവരെ പല കാര്യങ്ങളിലും അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരും. ഈ സമയം നിങ്ങൾക്ക് ബിസിനസ് സംബന്ധമായും ആദായം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം വേഗതകൾ തീരുമാനങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ പ്രവൃത്തിയോ അറിയാതെ ചെയ്തു പോയിരിക്കുന്ന ചില പ്രവൃത്തികളോ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുവാനുള്ള സാധ്യത ഉള്ളതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം തൊഴിൽപരമായി വളരെയധികം ശ്രദ്ധ ഇന്നേ ദിവസം പുലർത്തേണ്ടതായിട്ടുണ്ട്. കാരണം ചില കാര്യങ്ങൾ എതിരായി ഭവിക്കാം. എന്നാൽ ഇന്നേ ദിവസം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. യാത്രകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കണം. അതിനാൽ ചെലവ് നിയന്ത്രിച്ചു തന്നെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. കൂടാതെ ശാരീരികപരമായ ചില വിഷമതകൾ വന്നു ചേരാം. ആലസ്യം ഇന്നേ ദിവസം അഥവാ മടി ഇന്നേ ദിവസം ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും പുതിയ അവസരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. വാക്കുകൾക്ക് മുനയേറുന്ന ഒരു സമയം കൂടിയാണ്. അതിനാൽ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ തന്നെ പ്രയോഗിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അപ്രതീക്ഷിതമായി ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കുടുംബ തർക്കങ്ങൾ ഒരു പരിധിവരെ അകന്നു പോകാവുന്ന, കുടുംബ സൗഖ്യം വന്നു ചേരാവുന്ന സാഹചര്യമുണ്ട്. ഇന്നേ ദിവസം കാര്യാലോചനകളിലൂടെ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാവുന്ന ഒരു ദിവസം കൂടിയാണ്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മനസമാധാനം ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. നിങ്ങളുടെ പ്രവൃത്തികളിൽ ഉത്സാഹം വർദ്ധിക്കാവുന്ന ഒരു സമയം തന്നെ ജീവിതത്തിലുണ്ട്. ഈ സമയം ക്ഷോഭശീലം അല്പമൊന്ന് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. സംസാരത്തിൽ പലപ്പോഴും പാണ്ഡിത്യം സ്ഫുരിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. ആലസ്യം ഇന്നേ ദിവസം ബാധിക്കാം. ചില കാര്യങ്ങളിൽ മടി ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. പിന്നീട് ചെയ്യാം എന്നൊരു ചിന്ത വന്നു ചേരാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുവാൻ സാധിക്കും.
കുടുംബവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവരുമായി യാത്രകൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരാം. ചെലവിന്റെ കാര്യത്തിൽ ഇന്നേ ദിവസം വളരെയധികം ശ്രദ്ധ പുലർത്തണം. തീർത്ഥാടന യാത്രകൾ പോലുള്ള കാര്യങ്ങൾ സാധ്യമാവുക, ക്ഷേത്ര ദർശനം, ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കാവുന്ന സമയമാണ്. ബിസിനസ് സംബന്ധമായും ആദായം കുറയില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാവുന്ന സാഹചര്യമുണ്ട്. കലാകാരന്മാർക്ക് അനുകൂല സാഹചര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിമർശനങ്ങൾ ഏൽക്കേണ്ടതായി വരാം. കൃത്യതയോടെ പ്രതികരിച്ച് മുന്നോട്ട് പോകേണ്ട സമയം കൂടിയാണ്. ഈ സമയം പല കാര്യങ്ങളിലും പ്രതീക്ഷിച്ചതായ ഒരു അനുമതി നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും പിന്തുണ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും സമ്മർദ്ദം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലായ സമയമാണ്. ഈ സമയം ശുഭത്വം ഉണ്ടാകും എങ്കിൽ പോലും ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. ആലസ്യം അകന്ന് കർമ്മ നിരതരാകുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും കണക്കുകൂട്ടലുകൾ ശരിയായി വരുന്ന സമയമാണ്. പഠന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സഹായം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം മംഗള കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാൻ സാധിക്കും. പണച്ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായ സമയം തന്നെയാണ്. പല കാര്യങ്ങളിലും മികവ് പുലർത്തുവാൻ സാധിക്കും. വ്യക്തമായ ലക്ഷ്യത്തോടെ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. അധ്വാനം വർദ്ധിക്കുന്ന സമയമാണ്. ആത്മവിശ്വാസം കുറയില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സ്വീകാര്യത വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ജോലിഭാരം വർദ്ധിച്ചു എന്ന് വരാം. ആഗ്രഹിക്കുന്ന ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ സിദ്ധിക്കാവുന്നതുമാണ്. പല കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കാം. ആഗ്രഹിക്കുന്ന ഭക്ഷണം പോലുള്ള കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമായി തീരും. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ചുമതലകൾ പല കാര്യങ്ങളിലും വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. സഹപ്രവർത്തകർ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് അനുകൂല സാഹചര്യങ്ങൾ വന്നുചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷ നിമിഷങ്ങൾ വന്നുചേരാം. യാത്രകൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്ന സമയമാണ്. തീർത്ഥയാത്രകൾ പോലുള്ള കാര്യങ്ങൾ സാധ്യമാകാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ക്ഷേത്ര ദർശനം പോലുള്ള കാര്യങ്ങൾ സാധ്യമാകാവുന്ന ദിവസം കൂടിയാണ്. ഇന്നേ ദിവസം പല കാര്യങ്ങൾക്കായി പണം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവരുമായി ചില കലഹങ്ങൾക്കുള്ള സാധ്യത ഉള്ളതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം അനുകൂലമായ ഫലങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നുചേരാം. വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് പാലിക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം. യാത്രകൾ അനുകൂലമായി തീരുന്ന സാഹചര്യമുണ്ട്. ധനപരമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. സഹോദരങ്ങൾക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും തീർത്ഥയാത്രകൾ പോലുള്ള കാര്യങ്ങൾ സാധ്യമാകുവാനുള്ള സാധ്യത കൂടുതലുള്ള ദിവസം തന്നെയാണ്. ഈ സമയം പ്രയത്നത്തിന്റെ ഫലം വേഗം ലഭിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത്. നിങ്ങളുടെ നിലപാടുകൾക്ക് പല കാര്യങ്ങളിലൂടെയും പിന്തുണ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുനയത്തിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആദായം വർദ്ധിക്കാം. കൂടാതെ ഇന്നേ ദിവസം ചില കാര്യങ്ങളിൽ ആലസ്യം ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. മടി ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്.
പൂർവ്വകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാൻ സാധിച്ചു എന്ന് വരാം. കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില സുഹൃത്തുക്കളെ, വ്യക്തികളെ ഇന്നേ ദിവസം കണ്ടുമുട്ടുവാൻ സാധിച്ചു എന്ന് വരാം. കലാപ്രവർത്തനങ്ങൾ അനുകൂലമായി തീരാം. ഈ സമയം വാക്കുകൾക്ക് മുന അല്പം വർദ്ധിക്കാവുന്ന സമയം കൂടിയാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ശുപാർശകൾ ഫലം കാണാവുന്ന സാഹചര്യമുണ്ട്. കുടുംബ ബന്ധം കൂടുതൽ ദൃഢമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കടം നൽകിയതായ തുക മടക്കി കിട്ടുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ചില സഹായങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ലഘുയാത്രകളാൽ പോലും മാനസിക ഉല്ലാസം വന്ന് ചേരാവുന്ന ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം പൊതുവിൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാര്യനിർവഹണം സുഗമമാകുന്ന സമയമാണ്. വേഗത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കും. ബിസിനസ് സംബന്ധമായി പ്രോത്സാഹനം ലഭിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ്. പല കാര്യങ്ങളിലും ഒരു നിയന്ത്രണം അനിവാര്യമായി തീരാവുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സംതൃപ്തി പല കാര്യങ്ങളിലും കടന്നു വരാവുന്നതാണ്. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ധനപരമായ അച്ചടക്കം വളരെ അനിവാര്യമായ ഒരു സമയം കൂടിയാണ്. ചെലവ് അല്പം വർദ്ധിക്കാം. യാത്രകൾ പോലുള്ള കാര്യങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല കാര്യങ്ങളിലും പരാശ്രയത്വം വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. തിരക്കുകൾ പല കാര്യങ്ങളിലും വർദ്ധിക്കാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം നിങ്ങളുടെ പ്രവൃത്തികൾക്ക് സ്വീകാര്യത വർദ്ധിക്കാം. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ക്ഷേത്ര ദർശനം പോലുള്ള കാര്യങ്ങൾ സാധ്യമാകാം. തീർത്ഥയാത്രകൾക്കും സാധ്യത കൂടുതലുള്ള സമയമാണ്. കുടുംബത്തോടൊപ്പം യാത്രകൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. ദൈവിക കാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കണം എന്നില്ല. ഈ സമയം എല്ലാ കാര്യങ്ങളിലും ഒരു ഉത്സാഹം ഉണ്ടായി എന്ന് വരാം. കൂടാതെ ഈ സമയം ചില തീരുമാനങ്ങൾ മാറ്റുവാൻ സാധിക്കും. കാര്യാലോചനകളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പണം മുടക്കി പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടക്കാവുന്ന ഒരു സമയം കൂടിയാണ്. കൂടാതെ ഇന്നേ ദിവസം ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു എന്ന് വരാം. ലഭിക്കേണ്ടതായ ധനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സഹായിക്കുവാൻ ചില വ്യക്തികൾ മുന്നോട്ട് വരാവുന്ന ദിവസം കൂടിയാണ്. സാഹസങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. കൂടാതെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ക്ഷോഭം അല്പമൊന്ന് വർദ്ധിക്കുവാനുള്ള സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അതൊരു തിരിച്ചടിയായി മാറാവുന്നതാണ്. അതിനാൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. പല കാര്യങ്ങളിലും ഒരു താല്പര്യം വർദ്ധിക്കുന്ന സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. പഠനാവസരം തെളിയുക, ചുമതലകൾ ഏറ്റെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ചില കാര്യങ്ങളിൽ ചിന്തകൾ നീണ്ടുപോകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ചില കാര്യങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ തീർക്കുവാൻ ചില വ്യക്തികൾ സഹായിച്ചു എന്ന് വരാം. അർഹിക്കുന്ന പരിഗണന പല കാര്യങ്ങളിലും ലഭിക്കാം എന്നുള്ളതാണ്. ഇന്നേ ദിവസം പൊതുവിൽ അനുകൂല സാഹചര്യമുണ്ട്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം.